ഫാത്തിയോതി തുടങ്ങണ പരിപാടിയില് മാണ്ടാത്തരം പറയരുത് എന്ന് പറഞ്ഞപ്പോഴാണ് റഹ്മത്തുള്ള ഖാസിമിനെ പുറത്താക്കി. പിന്നെ റഹ്മത്തുള്ള ഖാസിമി ചെയ്ത തെറ്റെന്താ? പണ്ട് കാലത്ത് മാണ്ടാത്തരം പറഞ്ഞ AP ഉസ്താദിനെ വിളിച്ചു തോന്നി. അപ്പൊ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, ഇത് രണ്ടും ജഡ്ജാനാണെങ്കിൽ എനിക്ക് AP സുന്നിയ നല്ലത്, ജിബടെ വേണ്ട, കുറച്ചൊക്കെ തോന്നിയാ സാറിയാക്കി നിന്നാ മതി. അതുകൊണ്ട് ഞാൻ പറയാണ്, ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഈ വാക്കിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് ക്ഷമിക്കണം. നിങ്ങളൊക്കെ ചെരുപ്പെടുത്തിട്ട് ഇവിടെ വെക്കാൻ മാത്രം നിസ്സാരനാണ് റഹ്മത്തുള്ള. നിങ്ങൾ മുസ്ലിം നേതാക്കന്മാരെ, ഉസ്താദുമാരെ, നിങ്ങളുടെ ചെരുപ്പെടുത്തിട്ട് സമസ്ത കേരള ജനതയുടെ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ചെരുപ്പെടുത്തിട്ട് തലയിൽ വെക്കാൻ മാത്രം നിസ്സാരനാണ് റഹ്മത്തുള്ള. എന്ന് പറഞ്ഞ എന്റെ തല ചെറുശ്ശേരി ഉസ്താദിന്റെ ചെരുപ്പിന്റെ ഒട്ട് കൊണ്ടേക്കാൻ ഞാൻ റെഡിയാണ്. ഇതിനേക്കാളൊരു അനുയായി നേതാവിന്റെ മുന്നിൽ താകലെങ്ങനെയാ? പക്ഷെ ഒറ്റ നിബന്ധനയെ കാസിമി പറഞ്ഞിട്ടുള്ളൂ, ഫാത്തിയോതി തുടങ്ങണ പരിപാടിയിൽ പിന്നെ മറ്റേ കാക്ക പറഞ്ഞ അതിൽ തോന്നിയാസം പറയരുത്. ഞാൻ ഓർമ്മിപ്പിക്കാം, ഈ സദസ്സിനെ മുൻനിർത്തിയിട്ട് ഓർമ്മിപ്പിക്കാം, സമസ്ത കേരള ജമിയത്തുൽ ട്രഷറർ മരിച്ചുപോയി പാർലർ ഇബ്രാഹിം മുസ്ലിം, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അതിന്റെ നേതാക്കന്മാർ പ്രസിഡന്റ് കോയക്കുട്ടി മുസ്ലിയാർ, സെക്രട്ടറി ചെറുശ്ശേരി സൈനത്തെ മുസ്ലിയാർ, അവരുടെ ചെരുപ്പെടുത്തിട്ട് തലയിൽ വെക്കാൻ മാത്രം, എന്നിട്ട് അവരെ പിന്നാലെ നടക്കാൻ മാത്രം അയോഗ്യനും നിസ്സാരനുമാണ്. ഈ പറഞ്ഞ വാക്കുകളിൽ ഉസ്താദുമാർക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളൊന്നും അറിയാത്ത വിധത്തിൽ പലപ്പോഴും നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോരുന്ന സമ്മേളനങ്ങളിൽ പിന്നെ എന്ത് നടക്കുന്നു എന്ന് പലപ്പോഴും നിങ്ങൾ അറിയുകയില്ല. ഫാത്തിഹ തുടങ്ങിക്കൊടുക്കല് ബല, മുഖ്യപ്രഭാഷണക്കാളും 4 തോന്നിയാസം ഏറെ പറയൽ ഉദ്ഘാടകനാണ്. പിന്നെ ഇപ്പൊ ബല മോശാക്കണ്ട വിചാരിച്ച് കാസിമി അങ്ങനെ പറഞ്ഞതാണ്. നിങ്ങൾ എന്നെ പോലത്തെ പുതിയ പ്രബോധകരെ മര്യാദ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ബാപ്പമാർ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ദീൻ ഈ നാട്ടിൽ നഷ്ടപ്പെടുമെന്ന് ഞാൻ കാലി പഠിച്ച് ഞാൻ പറയാം. ഞാൻ അവരുടെ കദമിന്റെ ചുവട്ടിലാണ്. മഹാന്മാരായ ആലിമീങ്ങളെ ചെരുപ്പിന്റെ ചുവട്ടിൽ നിൽക്കാൻ മാത്രം ഞാൻ അയോഗ്യനാണ്. ഞാൻ നിസ്സാരനാണ്. ഞാൻ ആരോടും മാപ്പ് പറയും. എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ആരോടും മാപ്പ് പറയും. എന്റെ കയ്യിൽ അബദ്ധമായി പറ്റിയ വാക്കുകൾക്കെല്ലാം പറയേണ്ടവരോട് ഞാൻ വിളിച്ചു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. മാപ്പ് പറഞ്ഞു എന്നത് നേരാണ്. ഞാൻ ആരോട് മാപ്പ് പറയും. എനിക്ക് രക്ഷപ്പെടണമെന്നല്ലാത്തൊരു മോഹവും. നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ മക്കളെ? പരിശുദ്ധ റമദാനാ വരുന്നത്. ഈ റമദാനെങ്കിലും നിങ്ങൾക്കൊരു പുനരാലോചനക്ക് അവസരം തരട്ടെ. സഹോദരന്മാരെ, എങ്ങനെയാ ഒരു മുസ്ലിമിന് മനസാക്ഷി കുത്തില്ലാക്കുക? തലയിൽ കെട്ടിയ മൂല്യന്മാര് സ്റ്റേജിൽ കയറിയിട്ടേ അപ്പുറത്തുള്ള പണ്ഡിതനെ ആക്ഷേപിച്ചുകൊണ്ട് മിമിക്രി അവതരിപ്പിക്കുക. തലയിൽ കെട്ടിയിട്ട് AP ഉസ്താദിന്റെ പ്രസംഗം പോലെ ചങ്കുന്നും കൊല്ലിന്നൊക്കെ സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് തലയിൽ കെട്ടി പരസ്യമായി കളിയാക്കി പ്രസംഗിക്കുകയാണ്. എന്താ അതിനൊക്കെ പറയാ? മർക്കസിൽ നിന്ന് 7000-ഓളം സഖാഫികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതേ സ്കൂൾ യുവജനോത്സവിലെ ക്ലിപ്പല്ല, എസ്കക്കാരന്റെ വേള. മനസ്സിലായി നിങ്ങൾക്ക്? കുറച്ച് മനസാക്ഷിക്കുത്തുള്ളവനും പരലോകത്തിൽ വിശ്വാസമുള്ളവനും ബേജാറ് വരൂലേ? എന്നിട്ടോ സുഹൃത്തുക്കളെ, ഇവർക്ക് വലിയ പ്രശ്നമുള്ളത് ഇപ്പൊ എന്താ അറിയോ? ഇവർക്ക് വലിയ പ്രശ്നമുള്ളത് പള്ളി എവിടെ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറഞ്ഞിരിക്കണ പള്ളി പറഞ്ഞു തരൂല. ഇനിയിപ്പോ നമ്മൾ പറയുന്നത് പള്ളി പറഞ്ഞുതരാന്നാ. പള്ളി എവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, പക്ഷെ നിങ്ങളൊരു ഉപകാരം ചെയ്യണം. നോളേജ് സിറ്റിക്കും തിരുകേശപ്പള്ളിക്കും എതിരെയുള്ള കേസൊക്കെ പിൻവലിച്ച് ആ പള്ളി ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്കൊരു എതിർപ്പില്ല, നിങ്ങൾ കോടതിയിൽ എന്ന് എഴുതി കൊടുക്കുന്നോ എഴുതി കൊടുത്ത് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ വീടിന്റെ മുന്നിൽ ഞങ്ങൾ വണ്ടി എത്തിക്കാം, ആ വണ്ടിയിൽ AC നിങ്ങളെ കയറ്റാം, എന്നിട്ട് തിരുകേശപ്പള്ളിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇറക്കിത്തരാം. പക്ഷേ അതല്ലാതെ ഇവർക്ക് ഇപ്പൊ എന്താ അറിയോ? നോളജ് സിറ്റിന്റെ പിന്നാലെ ഇങ്ങനെ കേസായിട്ട് കൂടുകയാണ്. കായ് കഴിഞ്ഞപ്പോ കൈത്താങ്ങിന്റെ ഫണ്ടും വരികയാണ്. അതുപോലെ വൽക്ക് ഇനി ആ തിരുകേശപ്പള്ളി എവിടെയെന്ന് അറിയണം, എന്നിട്ട് വേണം അവിടെ ഒരു പിത്തനേറ്റ് ചെല്ലാം. നടക്കൂല അത്. കാരണം എന്താ പറയുക, നിങ്ങള് തിരുകേശപ്പള്ളിക്ക് വാങ്ങിയ സ്ഥലത്ത് മുഴുവൻ പള്ളി, അവിടെ നിങ്ങൾക്ക് വട്ടം കറങ്ങാൻ സ്ഥലമല്ല. നോളേജ് സിറ്റി പറഞ്ഞാൽ ഒരു 150 ഏക്കർ ഉണ്ട്, അവിടെ നിങ്ങൾ ഒരു 12 ഏക്കറും അങ്ങനെ കൂടിയാലും കാര്യം അവിടെ ഇങ്ങനെ നടക്കും. അതാണ്ട് ഇപ്പൊ അവിടെ നിൽക്കുക. ഇക്കാമത്ത് മയക്കി കൊടുക്കും, അപ്പം വന്നോളണ്ടി. ഇതാ ഞങ്ങളെക്കാളും വലിയ ബേജാറുങ്ങൾക്ക്. പെറ്റ പെണ്ണിനല്ല വരുത്തം, കണ്ടുക്കണ ഒത്താച്ചിക്ക.
പിന്നെ നമ്മളോരോട് പലയിടത്തുനിന്നും ചോദിച്ചിനി, ഇവിടുന്നും ചോദിച്ചിനി. എന്താ നിങ്ങള് AP ഉസ്താദ് പള്ളി ഉണ്ടാക്കുമ്പോ അതിലെന്താ നടക്കുക? ദിക്റും സ്വലാത്തും. ഹദ്ദാദുർ റാത്തീബുണ്, അതിനാണ് 40 കോടിന്റെ പള്ളി. അതിനെതിരെയാണ് നിങ്ങൾ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ നിങ്ങൾ സമുദായത്തിൽ നിന്ന് 100 കോടി പിരിച്ചെടുത്ത് ആ 100 കോടിയുടെ പേരിൽ നിങ്ങൾ നടത്തുന്നത് എന്താണ്? നിങ്ങളെ ചാനലിലുള്ളത് എന്താ? കാരണം എന്താ അറിയോ? ആ ചാനലിൽ നടക്കുന്ന തോന്നിയാസം കടുത്ത കുഫ്രിയത്ത്. അവിശ്വാസികൾ അവരുടെ ആത്മശരണമായി പരിചയപ്പെടുത്തുന്ന ശങ്ക്, ആ ശങ്ക് എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരമാണെന്ന് മുസ്ലിം ഉമ്മമാർക്ക് അടുക്കളയിലെത്തി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള സംവിധാനമാണ് നിങ്ങൾ ഫാത്തിയോതി തടങ്ങിയ ചാനലിൽ നടക്കുന്നത്. കടുത്ത കുഫ്റ് അല്ലേ? ഈ ചാനലിൽ നടക്കുന്നത് എന്താ? 100 കോടിയാ പിരിച്ചത്. അത് ചോദിച്ചതിന് അതിന് മറുപടി ഞാൻ പിന്നെ കേൾപ്പിച്ചുതരാ. ആ ചാനൽ എന്താണെന്നൊന്ന് സാമ്പിൾ മനസ്സിലാക്കി. വളരെ ഫലപ്രദമാണ്. വെറും 2990 രൂപ മാത്രം വില വരുന്ന ഐശ്വര്യലക്ഷ്മി വലംപിരി ശങ്കർ തപോവനാശ്രമവുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ സ്വന്തമാക്കും. എല്ലാ പ്രശ്നത്തിനും ആ ശംഖ് പരിഹാര അല്ലേ? പാണക്കാട്ട തങ്ങളെ ഏലസ് പരിചയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് പൊരുത്താം. പാണക്കാട് തങ്ങന്മാരെ നൂല് പരിചയപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് സന്തോഷാണ്. അതിന് പകരം ഈ സമുദായത്തിന്റെ അടുക്കളയിലേക്ക് കുഫ്രിയത്തെത്തിക്കാൻ നിങ്ങൾ ഫാത്തിയോതി കൊടുത്ത് ചാനൽ തുടങ്ങിയാൽ, അതിന് സമുദായത്തിൽ നിന്ന് 100 കോടി പിരിച്ചാൽ അതിന്റെ കണക്ക് ചോദിക്കാനും അതിന്റെ ഹുക്കുമ് ചോദിക്കാനും ആരുമില്ല. പിന്നെ ഇതിലെന്താ നടക്കുന്നത്? കടുത്ത ബിദ്അത്ത് അല്ലേ? SKSSF എത്രങ്ങാനും മൂല്യന്മാരുണ്ട്. പക്ഷെ ആ ചാനലിൽ വയല് പറയാൻ ഏൽപ്പിച്ചത് ആരെ അറിയോ? MM അക്ബറിനെ. SKSSFകാരെ അച്ഛനമ്പലത്തി MM അക്ബർ മുജാഹിദി പ്രസംഗം നടത്താൻ വന്ന നിങ്ങൾ പോയി കുത്തിർക്കോ? ഇല്ല. എന്നാൽ ചാനലിലൂടെ നിങ്ങൾ അടുക്കളയിലേക്ക് MM അക്ബർ അങ്ങോട്ട് വരികയാണ്. നോക്കൂ നിങ്ങൾ, ആഴ്ചയിൽ ഒരു ദിവസം MM അക്ബറിന്റെ ബിദഈ പ്രഭാഷണം. ഇസ്ലാം ഏറെ വിമർശിക്കപ്പെടുന്ന ആദർശം. ഇസ്ലാമിനപ്പോ വ്യക്തമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ സാമ്പത്തിക കാഴ്ചപ്പാടോ ഒന്നുമില്ല. ഒരു വ്യക്തികൾ ജീവിക്കേണ്ട മാർഗം പറഞ്ഞു തരാം. അതിൽ ജീവിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി മാറുക എന്നുള്ളതാണോ? ഈ വിമർശനങ്ങൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? എല്ലാ ആഴ്ചയും നിങ്ങളുടെ ദർശന TV. ആര്? നിങ്ങളെ ദർശന ചാനലിൽ നിങ്ങളുടെ MM അക്ബർ അല്ലേ? നിങ്ങളെ കൂട്ടത്തിലൊരു മൂല്യരില്ലേ? നിങ്ങളെ കൂട്ടത്തിലൊരു ആലിം ഇല്ലായിരുന്നോ? ഇതിന് ഈ വഞ്ചനയെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലേ? എസ്കക്കാരന്റെ മദ്രസിലെ 4ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് റബിയുൽ അവ്വലിൽ പോലും ഒരു പാട്ടിടാൻ പറ്റൂല. എന്നാൽ അതേ എസ്കക്കാരനെ ദർശന ചാനലിലെ പട്ടൂർമാനിലെത്തിയ 16കാരിക്ക് കുലുങ്ങി പാടാം. ആൺകുട്ടിനെ ഒപ്പം ഇരുത്തും ചേച്ചി. എന്നിട്ട് എണക്കിളിയും രാക്കിളിയും തമ്മിൽ ഇങ്ങനെ പാടി മാലി മൗലൂദും പാടി എമ്മമാർക്ക് ഫാത്തിയോതി കൊടുത്ത ഇജാസത്താണ്. പേരക്കത്തോട്ടത്തിൽ പെൺമൈന കേഴുന്നു താരക്കത്ത് പറയുന്നു ഉന്നാരച്ചങ്ങാടി കൂട്ടി വരൂ ഇന്ന്. ഇതാ ഞങ്ങള് ചോദിച്ചത്. AP ഉസ്താദ് 40 കോടി പിരിച്ചുണ്ടാക്കണ പള്ളിയിൽ ഹദ്ദാദുർ റാത്തീബും നടക്കുമ്പോ നിങ്ങൾ പിരിച്ചുണ്ടാക്കിയ 100 കോടിയുടെ ചാനലിൽ നടക്കുന്നത് ഈ തോന്നിവാസങ്ങളാണ്. അതിനെന്താ ഇയാൾ മറുപടി പറഞ്ഞത് അറിയോ? കള്ളുടിയും കയ്യൊട്ടിയ മാതിരി. ഒരു കള്ളുടിയൻ കടല വാങ്ങിയാണ്ട് കുറച്ചിങ്ങനെ പോവുക. പക്ഷെ ഇവന്റെ കയ്യുറക്കാത്തതുകൊണ്ട് ഇടണ കടലൊന്നും തൊള്ളിക്കെത്തുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കണ്ട് ബാക്കിൽ ഒരാൾ ഇവനെ കളിയാക്കി ചിരിച്ച് ഒരു കള്ളുടിയനാ. ഓ അങ്ങനെ കയ്യൊട്ടുമ്പോ എങ്ങനെയാ കയ്യേ? ഇതുപോലെ ഇവർ നമ്മളുണ്ടാക്കിയ പള്ളിയിൽ ഹദ്ദാദുർ റാത്തീബ് നടക്കുമ്പോ ഇവർ 100 കോടി പിരിച്ചുണ്ടാക്കിയ ചാനലിൽ ഈ ജാതി തോന്നിയാസ നടക്കണത്. അതാ നമ്മൾ ചോദിക്കണത്. അതിന് ഇയാൾ മറുപടി പറഞ്ഞ എന്താ അറിയോ? നിങ്ങളുണ്ടാക്കുന്ന പള്ളിയിൽ ഹദ്ദാദുർ റാത്തീബ്, ഞങ്ങളുണ്ടാക്കിയ പള്ളിയിൽ പിന്നെ എത്താ സക്കാഫി? നിങ്ങളുണ്ടാക്കിയ പള്ളിയിൽ എത്താന്ന് ഞങ്ങൾ ചോദിക്കൂല. കാരണം റബ്ബിന്റെ ഒപ്പിക്കോടുകൂടെ പിളർന്നതിന്റെ ശേഷം നിങ്ങളൊരു പള്ളി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അതിലെത്താന്ന് ചോദിക്കൂല. പണ്ടത്തെ ബാപ്പപ്പാരുണ്ടാക്കിയ പള്ളി ആയതുകൊണ്ട് അതിലിപ്പോൾ ഹദ്ദാദുർ റാത്തീബ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യമല്ല. നിങ്ങളെ ചാനലിനെ കുറിച്ചാ ചോദ്യം. അതിന് മുമ്പ് ഒരു പള്ളിനെ പറ്റിയ മറുപടി.
ഇദ്ദേഹം മുടിനെ പറ്റി വല്ലാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെത്തിനാ തോനെ പറയണത്? അമ്പലക്കടവ് തന്നെ പറഞ്ഞു തരും, നിങ്ങളാണ്ട് പോയിക്കോളി, അത് ക്ലിയറാന്ന് മൂപ്പര് പറഞ്ഞതാ. അദ്ദേഹം പിന്നെ തൊട്ടു മുമ്പ് ഒരു പ്രസംഗം നടത്തിയിരുന്നു, ഇവിടെ നിന്നല്ല. ആ പ്രസംഗത്തിൽ ഇയാളൊരു കാച്ചൽ ഇവിടെ വന്ന വഹാബ് സഖാബ് എന്താണ് പറഞ്ഞാൽ, നിങ്ങള് 40 കോടിക്ക് ഉസ്താദ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മൂപ്പര വാദം. എവിടെയാണ് അല്ലാഹു സബൂറായി പറഞ്ഞുതരാ, നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങൾക്ക് നിക്കരിച്ചാൻ വന്നാ പോരെ? മൂപ്പരെന്നെ പറയട്ടെ, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഞങ്ങളെ പള്ളിയിൽ പിന്നെന്താണെങ്കില് നിങ്ങൾക്ക് അതിന് വള്ളിയില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. നിങ്ങളെ ചാനലിലെത്താന്നാ ചോദ്യം, അതിന് മറുപടിയും പറയും. ഉണ്ടാക്കിയ പള്ളിയിൽ നിൽക്കുന്നു തൊലാത്ത ഉണ്ടാകല്, എല്ലാ പള്ളിക്കും അതന്നെ ഉണ്ടായാലും സുന്യാള പള്ളി. നിങ്ങൾ ഉണ്ടാക്കിയ പള്ളിയിൽ അത് ഉണ്ടാവൂല, നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഞങ്ങൾ വെറുതെ പറയല്ല. മുന്നിയൂരെടുത്ത് നമ്മളൊരു പള്ളി ഉണ്ടാക്കുമ്പോ ആ പള്ളിക്കെതിരെ എസ്കക്കാര് കൊടുത്ത കേസ് എന്താണ്? ഏപ്പിക്കാര് പള്ളി ഉണ്ടാക്കിയാൽ അവിടെ റാത്തീബ് നടക്കും, ഹദ്ദാദ് നടക്കും, ശബ്ദമലിനീകരണം ഉണ്ടാകുമെന്ന് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ കോടതിയിൽ കക്ഷിചേർന്നവരാ നിങ്ങളോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുകേസ് സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ടൊരു പള്ളി നിർമ്മിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ നിങ്ങൾ കോടതിയിൽ കക്ഷിചേർന്നത് എങ്ങനെയാണ്? കാന്തപുരം ഉസ്താദിന്റെ കയ്യിലുള്ള തിരുകേശം അള്ളാഹുവിന്റെ ഹബീബിന്റെ കേശമാണെങ്കിൽ പോലും അത് സൂക്ഷിക്കാൻ കേരളത്തിലൊരു പള്ളി അനുവദിക്കാൻ പാടില്ല. കാരണം കാശ്മീരിൽ തീവ്രവാദം വളരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കേശം സൂക്ഷിക്കുന്ന ഹസ്രത്ത് വാൽ പള്ളി ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞു റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ഭീകരവാദം വളർത്തുമെന്ന് എഴുതി കൊടുത്തവരാ നിങ്ങളോ? ഹദ്ദാദും റാത്തീബും ശബ്ദമലിനീകരണം സൃഷ്ടിക്കുമെന്ന് എഴുതി കൊടുത്തവരാ നിങ്ങളോ? അതുകൊണ്ട് നിങ്ങളെ പള്ളിയിൽ എന്താ ഉണ്ടാകാന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഞങ്ങൾക്കില്ല. ഒന്ന്, നിങ്ങൾ പള്ളി ഉണ്ടാക്കിയിട്ടില്ല. 2, ഉണ്ടാക്കിയാൽ അതിൽ നടക്കാൻ പോണ എന്താന്ന് ഞങ്ങൾക്ക് അറിയും ചെയ്യാം. ഞങ്ങളെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയ ചാനൽ എന്താണ്? ഇയാളാണ് ഇവിടെ വന്ന ഖ്വാജ, തർക്കെന്ന് വെച്ച് ഉണ്ടാക്കിയ പള്ളിയിൽ എല്ലാ പള്ളിയിലും അങ്ങനെ തന്നെ സഖാഫിയെ എല്ലാ ചാനലിലും ഉണ്ടാന്ന് പറഞ്ഞേരി, അതാ നമ്മളെ ചോദ്യം. അത് ഏപ്പിസ്ഥാന പള്ളിയിലല്ല, സുന്യാള പള്ളിയിലൊക്കെ ഹദ്ദാദും റാത്തീബും സ്വലാത്തും കുത്തുബിയത്തും മൗലൂദും ദിക്റും സ്വലാത്തും ഉണ്ടാവും. യെസ്, സുന്യാള ചാനലിലോ അത് പറഞ്ഞേരി. അതിന് 40 കോടിയാണ്. പള്ളി അതിന് 40 കോടിയാണ്. പള്ളി അതിന് 40 കോടിയാണ്. അങ്ങനെ ഹദ്ദാദും സ്വലാത്തൊക്കെ ചെല്ലാനാണ് എപി ഉസ്താദ് പള്ളി ഉണ്ടാക്കിയത്. ആ പള്ളിക്ക് എത്ര? 40 കോടി. പള്ളി ഉണ്ടാക്കുന്നോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടോന്നല്ല, അങ്ങനെ ഉണ്ടാക്കിയത് അതിനാണ്. ആ പള്ളിക്ക് 40 കോടിയാണ്. ആന്ന് മൂപ്പരെ ഇഷ്കാലിപ്പ് എന്താ അറിയോ? പള്ളി ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു ഹുക്കുമേ. അങ്ങനെ ഉണ്ടാക്കാത്ത പള്ളിനെ കുറിച്ച് ഞാൻ ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞതെന്നാ മൂപ്പരെ ഇഷ്കാലി. ജവാബുണ്ടേ. എന്താ കാരണം? എന്താ നിങ്ങള് ഉണ്ടാക്കിക്കണെങ്കിലും ഉണ്ടാക്കി എന്ന് പറയാ, ഉണ്ടാക്കുന്ന ഉറപ്പുണ്ടെങ്കിലും ഉണ്ടാക്കി എന്ന് പറയാ. അതല്ലേ നമ്മൾ നേവ് സർവ് പഠിച്ചുമ്പോ തുടങ്ങിയ മിസാലെന്നെ വന്നു കഴിഞ്ഞു എന്നല്ലേ നമ്മൾ പറഞ്ഞത്, പേരൊന്നും ഉറപ്പുള്ളതുകൊണ്ട്. അപ്പോ ഉണ്ടാക്കിയതായാലും ഞാൻ പറഞ്ഞത് തന്നെ ക്ലിയർ. ഉണ്ടാക്കുന്ന ഉറപ്പുണ്ടെങ്കിലും അതന്നെ. അതിനാ മൂപ്പരവിടെ 3 വട്ടം റിപ്പീറ്റ് അടിച്ചത്. അത് അതിലൊന്നും ഒരു വിഷയമല്ല. ഞങ്ങളേതാ മുതല്? ഞങ്ങൾക്ക് തിന്നാൻ തന്നത് സുൽത്താനുലവയാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ തൗഫീഖും ബർക്കത്തും നമുക്കൊക്കെയും അള്ളാഹു നിലനിർത്തി തരട്ടെ. ആകെ തെരഞ്ഞു കിട്ടിയൊരു ക്ലിപ്പാപ്പ് അയാൾക്ക്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇനി അതിനൊരു മറുപടി ഉണ്ട് ഇയാൾക്ക്. എന്താ അറിയോ? ദർശന ചാനലില് എങ്ങനെയാന്ന് ചോദിച്ചപ്പോ അതിന് മൂപ്പര് മസല പറയണ എന്താ? പണ്ട് സമസ്തക്കൊരു നേതാവുണ്ടേനി ബഷീറുലിയര്. ആ ബഷീറുലിയര് കൊണ്ടോട്ടിയിലൊരു ദർശന ചാനൽ, ദർശന ടെക്സ്റ്റൈൽസ് നടത്തിയിനി. അതുപോലെ പാണക്കാട് സാദിക്കല് ഞങ്ങളെ നേതാവാണ്. മൂപ്പര് ഒരു ദർശന TV നടത്തി. മൂപ്പര് വിചാരം ഇപ്പൊ പേരാ പ്രശ്നം എന്നാ. പേരല്ല മൂലരെ പ്രശ്നോ. ദർശന ടെക്സ്റ്റൈൽസ് ഞങ്ങൾക്ക് കുഴപ്പമില്ല, കാരണം അത് അഹ്ലല്ലാഹുൽ ബൈഅ, അത് അള്ളാഹ് ഹലാലാക്കിയ കച്ചവടാണ്. തുടിച്ചാ പോയി. ഇതേ അള്ളാഹ് ഹറാമാക്കിയ തോന്നിയാസ.
അവിടെ പ്രശ്നോ മൂപ്പര് മറുപടി പറയട്ടെ. ഇവിടെ സമസ്തയുടെ നേതാവായിരുന്ന എം ബഷീർ മുസ്ലിയാരുണ്ടായിരുന്നു. അല്ലാഹു മഹാനവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനവർക്കൊരു തുണിശാപ്പുണ്ട് കൊണ്ടോട്ടിൽ, ദർശന തുണിശാപ്പ്. എന്റെ പേര് ദർശനയാണ്. പേരുമ്പലല്ലത് പ്രശ്നേ, നല്ല കോലം. പേരിപ്പൊ നിങ്ങൾക്കും സമസ്ഥാൻ തന്നെയല്ലേ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ സംഗതി ഇതാവൂലല്ലോ. സമസ്തയായിട്ട് ഒരു ബന്ധം ഇല്ല, നിങ്ങളെ മാതിരി തന്നെ പേരല്ലേ ഉള്ളൂ, ബന്ധല്ല. സമസ്തന്റെ നേതാവിൻ്റെതാണത്. ഇന്നും അദ്ദേഹം മക്കളെ കയ്യിലാണ്. എന്നാൽ ദർശന ചാനലിന്റെ ചെയർമാൻ സ്വാദിഖലി ശിഹാബ് തങ്ങളാണ്. ആണോ? ദ്വാരം നിർത്തത് നിങ്ങളാണോ? നടക്കുന്നത് കുഫ്രിയത്തും ബിദഅത്തും. എന്നാൽ ബഷീർ ഓലിയുടെ ടെക്സ്റ്റൈൽസിലോ നിക്കരിച്ചാനുള്ള നിക്കാരക്കുപ്പായോ അതുപോലെ തലമുറക്കാളോ മുണ്ടോ വിൽക്കണ്, അത് ക്ലിയറാ. ഇതാ പ്രശ്നം. മറുപടി പറഞ്ഞോളൂ, ഒരു 6 വട്ടമാണ് പറഞ്ഞോളൂ, 7-ാം വട്ടം നോക്കാം നമുക്ക്. അദ്ദേഹം സമസ്തയുടെ ആളാണ്. അദ്ദേഹം തുടങ്ങിയത് ചാനലാണ്, ടെക്സ്റ്റൈൽസ് അല്ല. ബഷീർ മുസ്ലിയാർ തുടങ്ങിയത് ചാനലോ കള്ളുഷാപ്പോ സിനിമാളോ ആയിരുന്നെങ്കിൽ ഈ സമുദായത്തിലെ ഉലമാക്കൾ അത് സമ്മതിക്കുമായിരുന്നില്ല. തുടങ്ങിയത് ബിസിനസ്സാണ്, അത് അല്ലാഹു ഹലാലാക്കിയതാണ്. അപ്പുറത്ത് തുടങ്ങിയത് കുഫ്രിയത്തിന്റെ പ്രചാരണമാണ്, വിദഅത്തിന്റെ പ്രചാരണമാണ്, ഹറാമിയത്തിന്റെ വ്യാപനമാണ്. അത് തെറ്റാണ് മോലിയന്മാരെ. അതിന് ദ്വാരന്ന് കൊടുത്തത് നിങ്ങളെ മൂല്യന്മാരാണ്. രാമന്തളി പറഞ്ഞത് അത് നിങ്ങളെ ഔദ്യോഗിക ചാനലാണ് എന്നാ. പിന്നെ നിങ്ങൾക്ക് ഇനി സനത് ക്ലിയർ ആകാൻ വേറെവിടെയും പോണോ? സഭ വടക്കാക്കണ്ട വിചാരിച്ച് ക്ലിപ്പിങ് അപ്പിടുന്നില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ.